ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ യമ്മി യമ്മി. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ? മിൽക്ക് കേക്ക്. അതിനായി ഞാനൊരു 3/4 കപ്പോളം ഓൾ പർപ്പസ് ഫ്ലോർ മൈദ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, എ പിഞ്ച് ഓഫ് സോൾട്ട്, ഇത് മൂന്നും ഇട്ട് ഒന്ന് സീവ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത ഒരു ബൗളിൽ 3 മുട്ട, 1/2 കപ്പോളം ഷുഗർ, ഇത് രണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ എടുക്കരുത്. അതൊന്ന് ബീറ്റ് ചെയ്യാം. നല്ല ക്രീമി ആൻഡ് ഫ്ലഫി ടെക്സ്ചർ ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി 1 ടീസ്പൂണോളം വാനില എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യാം. അതും കൂടെ ബീറ്റ് ചെയ്യാം. നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആവും, അതുവരെയാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. ഇനി ഒരു 1/4 കപ്പോളം മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരുമിച്ചല്ല ആഡ് ചെയ്യുന്നത്, കുറച്ചായിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു. അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ ഒഴിക്കാം. അതൊന്ന് ബീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ ഉള്ളത് ഫുൾ ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. 1/4 കപ്പോളമാണ് മെൽറ്റഡ് ബട്ടർ എടുത്തത്. മുട്ടയും പഞ്ചസാരയും വാനില എക്സ്ട്രാക്റ്റും ബട്ടറും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലോർ മിക്സ് സീവ് ചെയ്ത് വെച്ചിരുന്നത് കുറച്ചായിട്ട് ആഡ് ചെയ്യാം. എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യരുത്, ഇപ്പോൾ ലംപ്സ് വരും. ഒരുപാടിട്ട് മിക്സ് ചെയ്യുകയും ചെയ്യരുത്. നമ്മൾ ഫോൾഡ് ചെയ്ത് വേണം കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ. ഇനി ബാക്കിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതും കൂടെ ഫോൾഡ് ചെയ്തെടുക്കുക. കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഫോൾഡ് ചെയ്ത് തന്നെ എടുക്കാൻ ശ്രമിക്കുക, ഒരുപാടിട്ട് മിക്സ് ചെയ്യരുത്. ഇനി ഞാനൊരു ഗ്ലാസ് വെയർ എടുത്തിട്ടുണ്ട്. അത് ബട്ടർ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ആഡ് ചെയ്യാം. കേക്കിൻ്റെ ബാറ്ററിൽ എയർ ബബിൾസൊക്കെ കാണും. അത് പോകാനായിട്ട് ഫുൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ടാപ്പ് ചെയ്യുമ്പോൾ ആ എയർ ബബിൾസൊക്കെ പോകും. ഫുൾ ബാറ്റർ ഞാൻ ഒഴിച്ചു. ഇനി ഒരു പ്രീഹീറ്റഡ് ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 30 to 35 മിനിറ്റ്സാണ് ബേക്ക് ചെയ്യാൻ വെച്ചത്. അടുത്തായി നമുക്ക് നമ്മുടെ മിൽക്കിൻ്റെ മിക്സ്ചർ റെഡിയാക്കാം. 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് ഫ്രഷ് മിൽക്ക്, പിന്നെ ഒരു 1/2 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്ക്, ഇനി ഒരു 1/4 കപ്പോളം ഫ്രഷ് ക്രീം. ഇത് 4 ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിൽക്കിൻ്റെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? നമ്മുടെ കേക്ക് ബേക്ക്ഡ് ആയിട്ടുണ്ട്. ഒരു ഫോർക്കോ സ്റ്റിക്കോ വെച്ചിട്ട് കുത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും കേക്ക് ബേക്കായോന്ന്. സ്റ്റിക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് കേക്ക് ബേക്കായെന്നാണ്. ഇനി അതിലേക്ക് നമ്മുടെ ഈ മിക്സ്ചർ, കേക്കിൻ്റെ മിക്സ്ചർ, മിൽക്ക് മിക്സ്ചറില്ലേ, അത് ആഡ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, കേക്ക് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് ഒഴിക്കാവുള്ളൂ. ആ ചൂടോടെ എടുത്ത് ഒഴിക്കരുത്. അപ്പോൾ ഫുൾ ആഡ് ചെയ്തു. ഇനി ഒരു 4 hours, മിനിമം 4 hours നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ് ഇത്. മിനിമം 4 hours ആണ് വെക്കേണ്ടുള്ളത്. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ വിപ്ഡ് ക്രീം വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ വിപ്ഡ് ക്രീം റെഡിയാവും. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഡെക്കറേറ്റ് ചെയ്യാം.
ഞാനിത് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഒരു പൈപ്പിംഗ് ബാഗിലാക്കി നമ്മുടെ ഇഷ്ടാനുസരണമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. കണ്ടോ, ഫുൾ കവർ ചെയ്തു. കുറച്ച് പിസ്താഷ്യോസ് ആഡ് ചെയ്യുന്നുണ്ട്, ക്രഷ് ചെയ്തത്. നല്ല ഭംഗിയാണ് കാണാൻ. ഡെക്കറേറ്റിംഗ് പാർട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ഇനി കുറച്ച് ഡ്രൈഡ് റോസ് പെറ്റൽസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? അതേപോലെ തന്നെ ടേസ്റ്റിയാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് അവസാനം കട്ട് ചെയ്ത് കാണിക്കാം. നല്ല ടേസ്റ്റിയാണ്. നല്ല തണുത്തൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടോ, അപ്പോൾ നമ്മുടെ മിൽക്ക് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.